സംസ്ഥാനത്ത് 30 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDFന് 17 സീറ്റിൽ വിജയം. UDF 12 സീറ്റുകളിലും വിജയിച്ചു. ഒരു വാർഡിൽ SDPI വിജയിച്ചപ്പോൾ BJPക്ക് ഒരു സീറ്റ് പോലും നേടാനായില്ല. സംസ്ഥാനത്ത് വയനാട് ഒഴികെയുള്ള ജില്ലകളിലെ 30 തദ്ദേശ വാർഡുകളിലേക്കായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരുന്നത്. ഇതിൽ കാസർഗോഡ് മടിക്കൈ പഞ്ചായത്തിലെ കോളിക്കുന്നിലും ചീമേനി ഗ്രാമപഞ്ചായത്തിലെ പള്ളിപ്പാറ വാർഡിലും LDF സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ വിജയിച്ചിരുന്നു. ബാക്കിയുള്ള 28 വാർഡുകളിലേക്കാണ് വോട്ടെടുപ്പ് നടന്നത്. ഇതിൽ 15 സീറ്റുകളിൽ LDF വിജയിച്ചു. 12 ഇടങ്ങളിൽ UDF വിജയിച്ചപ്പോൾ തിരുവനന്തപുരം പാങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ പുലിപ്പാറ വാർഡ് UDFൽ നിന്ന് SDPI പിടിച്ചെടുത്തു. BJPക്ക് ഒരു സീറ്റിൽ പോലും വിജയിക്കാനായില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ശ്രീവരാഹം വാർഡ് LDF നിലനിർത്തി. LDF സിറ്റിംഗ് സീറ്റായ കരിങ്കുളം ഗ്രാമപഞ്ചായത്തിലെ കൊച്ചുപള്ളി വാർഡ് UDF പിടിച്ചെടുത്തു. ജില്ലയിലെ 4 വാർഡുകളിലേക്കായിരുന്നു ഉപതെരഞ്ഞെടുപ്പ്. കൊല്ലത്ത് തെരഞ്ഞെടുപ്പ് നടന്ന 5 വാർഡുകൾ LDFും UDFും നിലനിർത്തി. പത്തനംതിട്ട നഗരസഭയിൽ കഴിഞ്ഞ തവണ UDF വിമത ജയിച്ച കുമ്പഴ നോർത്തിൽ ഇത്തവണ LDF 3 വോട്ടിന് വിജയിച്ചു. മറ്റ് 2 തദ്ദേശ വാർഡുകൾ UDFും LDFും നിലനിർത്തി. ആലപ്പുഴയിലും അട്ടിമറികൾ ഉണ്ടായില്ല. കോട്ടയം രാമപുരം പഞ്ചായത്തിലെ GV സ്കൂൾ വാർഡിൽ UDF വിജയിച്ചതോടെ പഞ്ചായത്ത് ഭരണം അവർ നിലനിർത്തി. ഇടുക്കി വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിൽ ദൈവമേട് വാർഡ് UDFൽ നിന്ന് LDF പിടിച്ചെടുത്തു. എറണാകുളം പായിപ്ര ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡ് LDFൽ നിന്ന് UDFും പിടിച്ചെടുത്തു. ജില്ലയിൽ 4 വാർഡുകളിലേക്കായിരുന്നു ഉപതെരഞ്ഞെടുപ്പ്. തൃശൂരിലെ ചൊവ്വന്നൂരിൽ UDFും പാലക്കാട് മുണ്ടൂർ പഞ്ചായത്തിലും കോഴിക്കോട് പുറമേരി പഞ്ചായത്തിലും LDFും സിറ്റിംഗ് സീറ്റ് നിലനിർത്തി. മലപ്പുറം കരുളായി ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡ് LDFൽ നിന്ന് UDF പിടിച്ചെടുത്തു. കണ്ണൂർ പന്നിന്നൂർ ഗ്രാമപഞ്ചായത്ത് താഴെ ചമ്പാട് വാർഡിൽ LDFും വിജയിച്ചു. കാസർഗോഡും LDFനാണ് മേൽക്കൈ. ജില്ലയിൽ തെരഞ്ഞെടുപ്പ് നടന്ന 4 വാർഡുകളിലും LDF വിജയിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.